പരിശുദ്ധമായി നോമ്പുകാലത്ത് നമ്മുടെ ഹൃദയങ്ങളെ ക്രിസ്തുവിനായി ആഴമായി തുറന്നു കൊടുക്കുവാൻ ഇന്ന് പരിശുദ്ധ സഭ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. നോമ്പിലെ 4-ാം ദിവസമായ ഇന്നത്തെ സുവിശേഷം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വചനഭാഗം ഗൗരവമേറിയതും ചിന്തനീയവുമായ ഒരു സന്ദേശം നമുക്ക് നൽകുകയാണ്. ഈശോ തൻ്റെ ജന്മനാടായ നസ്രത്തിലേക്ക് മടങ്ങിയെത്തുന്നു. ആളുകൾ അവനെ ശ്രദ്ധിക്കുന്നുണ്ട്. അവൻ്റെ പ്രബോധനത്തിൽ അവർ ആശ്ചര്യപ്പെടുകയാണ്. ശേഷം അവർ അവനെ ചോദ്യം ചെയ്യുക. ഇവൻ മറിയത്തിൻ്റെ മകനല്ലേ? ഇവൻ മരപ്പണിക്കാരനല്ലേ? ഇങ്ങനെ നീളുന്ന ചോദ്യങ്ങളാണ്. സുവിശേഷം പറയുകയാണ്, ഇങ്ങനെ പറഞ്ഞ് അവർ അവനിൽ ഇടറി. See, what is the tragedy here? ഈശോയുടെ കൺമുൻപിലുണ്ട്, പക്ഷെ അവർക്ക് അവനെ വിശ്വാസത്തിൻ്റെ കണ്ണുകളിലൂടെ കാണുവാനായിട്ട് സാധിക്കുന്നില്ല. പരിചിതത്വം അതൊരു തടസ്സമായി നിലകൊള്ളുകയാണ്. അവിശ്വാസം, അടയ്ക്കപ്പെട്ട ഹൃദയം ഈശോയ്ക്ക് സ്വന്തം നാട്ടിൽ ചെയ്യേണ്ടിയിരുന്ന നന്മകൾക്ക്, അത്ഭുതങ്ങൾക്ക് വിഘ്നമായിട്ട് നിലകൊള്ളുകയാണ്. ഈ സുവിശേഷ ഭാഗം പരിശുദ്ധ നോമ്പുകാലത്ത് നമ്മോട് വ്യക്തിപരമായിട്ട് സംവേദിക്കുന്നുണ്ട്. ഒരുപക്ഷെ ദൈവവുമായിട്ട് ഞാൻ വളരെയധികം പരിചിതത്വം ഉള്ള വ്യക്തിയാകാം. ദൈവവചനം വായിക്കുകയും ധ്യാനിക്കുകയും ഒക്കെ ചെയ്യുന്നവരാകാം. ഒട്ടനേകം പ്രാർത്ഥനകൾ എനിക്കറിയാമായിരിക്കാം. But our hearts may still remain unchanged. മാറ്റമില്ലാതെ തുടരുന്ന ഹൃദയത്തിൻ്റെ അവസ്ഥ. We resist change because Jesus is challenging our comforts, our habits and our sins. ചില ചോദ്യങ്ങൾ ആത്മാവിൽ നമ്മോട് തന്നെ ചോദിക്കാം. ഞാൻ ആത്മീയതയിൽ നിസ്സംഗനായിപ്പോയോ? വിശ്വാസ വളർച്ചയ്ക്ക് പകരം ഞാൻ എൻ്റെ ശീലങ്ങൾക്ക് അടിമപ്പെട്ടു പോയോ? ഈശോയെ എൻ്റെ ഹൃദയത്തിലേക്ക് ഞാൻ ശരിക്കും സ്വാഗതം ചെയ്യുന്നുണ്ടോ? അതോ അതിർവരമ്പുകൾ നിശ്ചയിച്ച് അവിടുത്തെ അകറ്റി നിർത്തിയിരിക്കുകയാണോ? ഓർക്കുക, വിശ്വാസത്തിൽ കീഴടങ്ങാൻ കഴിയാത്തതിനാൽ നസ്രത്തിലെ ആളുകൾക്ക് വലിയ ദൈവകൃപയുടെ അവസരമാണ് നഷ്ടപ്പെട്ടത്. നമ്മൾ ഒരിക്കലും അതേ തെറ്റ് ചെയ്യരുത്. ഈ നോമ്പുകാലത്ത് നമ്മുടെ വിശ്വാസത്തിൻ്റെ പുതുക്കലിനായിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കാം. ക്രിസ്തുവിനെ തിരിച്ചറിയുന്ന കണ്ണുകൾ, അവനെ സ്വീകരിക്കുന്ന ഹൃദയങ്ങൾ, അനുതാപത്തോടെ പ്രതികരിക്കുന്ന ജീവിതം, ഇവയൊക്കെ നിയോഗമായിട്ട് നമുക്ക് ഇന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ വിശ്വാസത്തോടെ നാം സ്വാഗതം ചെയ്യുമ്പോൾ കൃപയുടെ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ നമ്മുടെ ഉള്ളിലും സംഭവിക്കും. ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.